പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആമേൻ 5-ാം മാസത്തിൻ്റെ 12ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ആമേൻ, ഈ പ്രഭാത വന്ദനം ചില ദിവസങ്ങളായി നിങ്ങളുടെ അരികിൽ എത്തുവാൻ കഴിയാതെ ആമേൻ ശത്രുമായത് ആമേൻ സഭ ചില വിഷയങ്ങൾ ആമേൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസൈന്യങ്ങളായിരുന്നത് മുഖാന്തരം മെസ്സേജ് ചെയ്യുവാൻ നിങ്ങളുടെ അരികിൽ ആമേൻ ഇത് എത്തിക്കുവാൻ കഴിയാത്ത ചില തിരക്ക് ഉള്ള ദിവസങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പ്രഭാതം സ്തോത്രം ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. ആമേൻ ഈ ആമേൻ വചനവുമായി ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അരികിലെത്തുവാൻ സർവകൃപാലുവായ ദൈവം തന്ന എല്ലാ ഭാഗ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് അടിയങ്ങളും പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾ ആമേൻ സ്തോത്രം. കഴിഞ്ഞ 21 ദിനവും രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നിരവധി വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി നൽകുവാനിടയായി. ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്ത് സന്തോഷിപ്പാൻ ആമേൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ആമേൻ നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ദൈവമക്കളെയും ആമേൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 77-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു 8, 9, 10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതിൻ്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അനുകൂലമായിരുന്ന ദൈവം ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊക്കെ ഭവിച്ചത് എന്നും ഇനി ഒരിക്കലും ദൈവം ആമേൻ അനുകൂലമായിരിക്കയില്ലേ എന്നുള്ള ചിന്തകൾ സങ്കീർത്തനക്കാരനെ അലട്ടുന്നുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ആമേൻ വിടുതൽ ലഭിക്കാതിരിക്കുകയും കട്ടത നീണ്ടുപോവുകയോ അളവ് കൂടി വരികയോ ചെയ്യുമ്പോൾ മിക്ക ദൈവമക്കളും അങ്ങനെ ചിന്തിച്ചു പോകും. എന്നാൽ പ്രിയ ദൈവവേദിയിലെ, നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കട്ടതയിൽ ദൈവം നമ്മോട് കൂടെ പങ്കാളിയായി കൂടെ ഉണ്ടായിരിക്കും. കട്ടതയിൽ നമ്മെ തനിയെ വിട്ടു പോകുന്ന ദൈവമല്ല. ആമേൻ യോസഫിൻ്റെ പൊട്ടക്കുഴിയിൽ ദൈവം കൂടെ ഇരുന്നു എന്ന് സ്തോത്രം തിരുവചനം പറയുന്നു. അവൻ്റെ കട്ടതയിൽ യഹോവ കൂടെ ഇരുന്നു. ഏതെല്ലാം ഭക്തന്മാരുടെ കട്ടതയുണ്ടായിട്ടുണ്ടോ ആ കട്ടതയിലെല്ലാം ദൈവം കൂടെ ഇരുന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കട്ടതയിൽ നമ്മെ തനിയെ ഒരിക്കലും വിട്ട് മാറിപ്പോകത്തില്ല. നമ്മുടെ സ്നേഹിതർ കഷ്ടത വരുമ്പോൾ മാറിപ്പോകും. ആമേൻ. നമ്മുടെ സഹോദരങ്ങൾ കഷ്ടത വരുമ്പോൾ മാറിപ്പോകും. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കഷ്ടതയുടെയും വേദനയുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നത്, ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും എന്നതിന് സംശയം ഒന്നുമില്ല. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെക്കുറിച്ചും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലിൻ്റെ വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതകളും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ ചില കട്ടതയിൽ കൂടെ കടത്തിവിടാറുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതം നോക്കൂ. ആമേശത്രം ഇയ്യോബ് പറയുന്നത് കട്ടതയിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ കട്ടത ആമേശത്രം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നതിനും അപ്പുറം
കഠിനമായ കഷ്ടതകളായിരുന്നു. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കഷ്ടത ഇയ്യോബ് സഹിക്കുവാൻ ഇടയായി. ഒറ്റ ദിവസം തൻ്റെ 10 മക്കൾ ശവപ്പട്ടിയിൽ കയറിയ ദിനമായിരുന്നു. ഒറ്റ ദിവസം തൻ്റെ സമ്പത്തുകൾ, മൃഗസമ്പത്തുകൾ, കൃഷി സമ്പത്തുകൾ എല്ലാം തകർന്ന ദിനങ്ങളായിരുന്നു. തൻ്റെ ഭാര്യ പോലും തൻ്റെ മരണം ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനിടയാകും. രോഗസൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഹിസ്കിയാവ് പറയുന്നത് തൻ്റെ കഷ്ടത ദൈവിക സമാധാനത്തിൻ്റെ വ്യാപ്തി ഗ്രഹിക്കുവാനായിരുന്നുവെന്ന് സ്തോത്രം താൻ പറയുകയാണ്. ഹല്ലേലൂയ. തൻ്റെ മരണം മുഖാമുഖം തൻ്റെ മരണത്തെ കണ്ട മനുഷ്യനായിരുന്നു ഹിസ്കിയാവ്. ഹല്ലേലൂയ. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ പ്രാഗൽഭ്യത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ അവന് കഴിഞ്ഞു എന്നാണ് സത്യം. ആ പ്രാർത്ഥന കഴിയുമ്പോൾ തൻ്റെ ഹല്ലേലൂയ ആ തന്നോട് കാണിച്ച ദൈവപ്രവൃത്തി തനിക്കത് ഗ്രഹിച്ചറിയുവാനിടയായി. അതുപോലെ ദൈവവചനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആഴത്തിൽ അനുഭവത്തിൽ കൂടെ പഠിക്കേണ്ടതിനായിട്ടാണ് തന്നെ കഷ്ടതയിൽ കൂടെ കടത്തിവിട്ടതെന്ന് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൽ പാടുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ പലരും മറന്നു പോകുന്നത്, നമ്മുടെ കഷ്ടതയിൽ നമ്മെ പലരും സഹായിക്കാതിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ചിലത് ഗുണമായി മാറുവാനിടയാകും. ഇന്ന് പ്രഭാതം ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവവേദനെ നീ ജീവിതത്തിൽ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത്? സാരമില്ല കുഞ്ഞെ, സ്തോത്രം. ഈ കഷ്ടത നിനക്ക് ഗുണമായി തീരുവാനിടയാകും. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമമെന്ന് ഭക്തൻ പാടുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത ഒരു പാഠശാലയാണ്. കഷ്ടതയുടെ പാഠശാലയിൽ കൂടെ നമുക്ക് അനേകരെ തിരിച്ചറിയുവാൻ കഴിയും. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നന്നായി ശോധന ചെയ്യുവാൻ ഈ കഷ്ടതയുടെ പാഠശാലയിൽ നമുക്ക് കഴിയും. ബന്ധുവാരാണ്, ശത്രുവാരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും കഷ്ടതയിൽ കൂടെ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നാം സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നമ്മെ വിട്ട് ഓടിപ്പോകുമ്പോൾ, നമ്മെ സഹായിക്കാതെ ഇരിക്കുമ്പോൾ, നാം പ്രതീക്ഷ വെച്ചവർ, നാം സഹായിച്ചവർ, അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് ഓടിപ്പോകുമ്പോൾ, മറന്നു പോകുമ്പോൾ ഉടനെ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഭാരം അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഏത് കഷ്ടതയുടെ നടുവിലും അരുമനാഥൻ ഇറങ്ങി പറയും, സാരമില്ല കുഞ്ഞേ, നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടത പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അനുഭവമായിരുന്നു. സ്തോത്രം. 3.5 വർഷം തന്നോടുകൂടെ ചേർന്ന് മാറത്ത് ചാരിക്കിടന്ന് ഒരുമിച്ച് അപ്പം കഴിച്ച്, ഒരുമിച്ച് നടന്ന്, ഒരുമിച്ച് സന്തോഷിച്ച ശിഷ്യന്മാർ പോലും കർത്താവ് പറയുന്നത്, ഇടയനെ വെട്ടും ആടുകൾ ചിതറും. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്? പ്രതികൂലം വരുമ്പോൾ കൂടെ നിന്നവരെല്ലാം ഓടിമറയും. എന്നാൽ പ്രിയ ദൈവത്തിലെ ഒരു കാര്യം ബുദ്ധി കൊണ്ട് പഠിക്കുന്നതും അനുഭവം കൊണ്ട് പഠിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാഠങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ കഷ്ടതകളെല്ലാം നമുക്കൊരു പാഠശാല തന്നെയാണ്. ബുദ്ധി കൊണ്ട് പഠിച്ചതും ബുദ്ധി കൊണ്ട് പറയുന്നതും ബുദ്ധിയിലേക്ക് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നതും ഹൃദയത്തിൽ നിന്നും പകർന്നു കൊടുക്കുന്നതുമായ കാര്യങ്ങളും മറ്റൊരുവൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും. വിശപ്പ് അറിഞ്ഞവൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. ഹല്ലേലൂയ. വിശപ്പറിഞ്ഞവൻ ഒരുവനെ സഹായിക്കുന്നത് വെറും ദാനങ്ങളായിട്ടല്ല, മറിച്ച് സഹജീവിയോടുള്ള സഹാനുഭൂതി ആയിട്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ സഹായിക്കുന്നവൻ്റെ ഹൃദയത്തിനകത്തൊരു സഹാനുഭൂതി അല്ലെങ്കിൽ കരുണ ഉണ്ടായിരിക്കണം. കടബാധ്യതകളിൽ കഷ്ടത അനുഭവിച്ച് മാനസികമായി നിരാശകൾ അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റൊരുവൻ്റെ കഷ്ടതയിൽ കൈത്താങ്ങുവാൻ മനസ്സുണ്ടാവുകയുള്ളൂ. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല,
പാപമൊഴുകി സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ കർത്താവ്. ക്രിസ്തു കഷ്ടം സഹിച്ചതുകൊണ്ട് ആമേൻ ഹാലേലൂയ, ആമേൻ കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കുന്നത് ദൈവം എന്ന നിലയിലല്ല, മറിച്ച് കഷ്ടം അനുഭവിച്ചറിഞ്ഞ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ സ്തോത്രം താൻ താണിറങ്ങി വന്ന് ആമേൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ച് നിരവധി കഷ്ടതകളിൽ കൂടെ ആമേൻ കടന്നുപോയ ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ കഷ്ടതയിൽ കൂടെ ആമേൻ ജീവിച്ചത് കൊണ്ടും കഷ്ടത നന്നായി രുചിച്ചറിഞ്ഞതുകൊണ്ട്, വിശപ്പ് നന്നായി അറിഞ്ഞു, ഉറക്കത്തിൻ്റെ ക്ഷീണം അറിഞ്ഞു, ആ വേദനകൾ അറിഞ്ഞു, ആമേൻ വേർപാടിൻ്റെ ദുഃഖങ്ങൾ അറിഞ്ഞു, അങ്ങനെ ആമേൻ എല്ലാം അറിഞ്ഞ് അനുഭവിച്ച ആമേൻ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെയാണ് ആമേൻ കഷ്ടതയിൽ ഇരിക്കുന്നവനെ സഹായിക്കുന്നത്. ആമേൻ ദൈവമായിട്ടൊന്നല്ല. ആമേൻ സ്തോത്രം. ഞാൻ രാജാവായിട്ട് ഒരു രാജാവ് ആമേൻ സ്തോത്രം ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് തൻ്റെ അധികാരത്തിലും രാജ പദവിയിലും ഇരിക്കുന്നത് കൊണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് ദൈവമായിട്ടല്ല നമ്മെ സഹായിക്കുന്ന, താൻ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. പൗലോസ് സ്വന്തം അനുഭവം പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള ഘട്ടത്തിലൊക്കെയും കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അനേകരെ ആമേൻ പൗലോസ് ആശ്വസിപ്പിക്കേണ്ടതിന് ആമേൻ തൻ്റെ കഷ്ടതയിൽ ദൈവം ആശ്വസിപ്പിച്ചു, കർത്താവ് ആശ്വസിപ്പിച്ചെന്ന ആമേൻ ക്രിസ്തുവിൻ്റെ ഘട്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും ആമേൻ പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലൂടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു എന്ന് ആമേൻ പൗലോസ് പറയുകയാണ്. പ്രിയ ദൈവവേദലേ, നാം ചിലതിലെല്ലാം പ്രാപ്തരായി തീരുവാൻ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനാണ് നമുക്ക് നേരിടുന്ന ചില കഷ്ടതകളുടെയും ദൈവ ഉദ്ദേശമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകും, പരാജയപ്പെട്ടു പോകുവാൻ ഇടവരികയില്ല. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ്റെ ഘനമോർത്തിടുമ്പോൾ ഞൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ദൈവത്തിൽ ആശ്രയിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ആരൊക്കെ നമ്മെ മറന്നുപോയാലും, ആരൊക്കെ നമ്മെ കൈവിട്ടാലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഈ പ്രഭാതം സർവശക്തൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിൽ നമുക്കായിരിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം കർത്താവേ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ കർത്താവേ. ആരും സഹായമില്ലാതെ, ആരും ആശ്വാസവാക്ക് പറയാനില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവേ, നിന്റെ ആശ്വാസത്തിൻ്റെ ആത്മാവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗം അത്ഭുതം ചെയ്യണം. ബാധ്യതയുടെ നടുവിൽ കർത്താവേ, കടഭാരങ്ങളുടെ നടുവിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, വാടക ഭവനങ്ങളിലായിരിക്കുന്നവർ, പലവിധമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ അവരെ ആശ്വസിപ്പിക്കണം. കഷ്ടതയുടെ നടുവിൽ താങ്ങി നടത്തുന്ന ആ ദൈവകരം കർത്താവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടണമേ. എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈവരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയെങ്കിൽ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ, അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചുവെങ്കിലും കർത്താവേ സ്തോത്രം, തൻ്റെ ഭക്തന്മാരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതം എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.